കവിതകൾ ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണം എന്താ? അങ്ങനെയില്ല, എന്താ പറയാ, നമ്മളൊരു 6ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ടായിരുന്നു, രാഘവ മാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്കൂളിൽ, ഏട്ടനറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് പഠിക്കാനുള്ള ഒരു 6ാം ക്ലാസ്സിലെ പാഠമായിരുന്നു ഓമന തിങ്കൾ കിടാവ് എന്ന്. ആ ഒരു പദ്യം എന്ന് പറയുന്നത് നമ്മളെ ഞാനിങ്ങനെ ആസ്വദിച്ചു പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ അമ്മ താരാട്ട്, ഒരു കുട്ടിയുടെ താരാട്ട് പറഞ്ഞത് ആ മാഷ കവിത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ബാക്കിൽ ഉറങ്ങിപ്പോകും. അങ്ങനെ ഒരു എന്താണ് ഒരു കവിത, എങ്ങനെയാണ് ഒരു കവിത ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാടേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിലൂടെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വായന പിന്നെ എന്താണെന്നറിയില്ല, ഒരു കവിതയോടുള്ള പ്രണയം, വാക്കുകളോടുള്ള പ്രണയം അന്ന് തുടങ്ങിയതാണ്. പഠനകാലം മുതൽ എന്താ പറയാ റൈറ്റ് ചെയ്യുന്നുണ്ട്, കവിത എഴുതുന്നുണ്ട്, പക്ഷെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ എന്തുകൊണ്ടോ എന്താ പറയാ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ നാടുകൾ എന്ന് പറയുന്നത് ഇന്നും നമുക്കൊരു ഇതില്ല, തന്നിട്ടില്ല ഇതുവരെ. പക്ഷെ ഈ പ്രകാശനിൽ നിന്ന് പ്രകാശ് ചന്ദ്രൻ എന്നുള്ള പേരിലേക്ക് വരുന്നത് ഞാൻ അറിയാത്ത മുഖങ്ങളും ഞാൻ അറിയാത്ത കുറേ ആൾക്കാരുടെ എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ സ്വന്തം നാട് നമുക്ക് അറിയില്ല. ഇപ്പൊ കാണുന്ന ആരവങ്ങളും ഇതൊക്കെ എന്ന് പറയുന്നത് അത് ഇതിന്റെ ഒരു മോടിക്കൂട്ടൽ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നു, അത് മാത്രമല്ല. ഒരേ കാലത്ത് രണ്ടാൾ 2 കവിതകൾ എഴുതും. ഒരാള് ധ്രുവനക്ഷത്രത്തിലേക്ക് ഉയരാൻ വേണ്ടി പറയുന്നു, ഒന്ന് തന്നെ ഉടച്ചു മാർക്കൂ, നിലാവിൻ വിഭാതമേ ഒരു ധ്രുവനക്ഷത്രം ഉയർത്താം. മറ്റൊരാള് പറയുന്നത് ദുർനക്ഷത്രത്തിൽ ഉളന്മാർ ഓലിയിടുമ്പോൾ. ഇപ്പൊ ഈ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമല്ല എല്ലാ വായനക്കാരനും. പ്രകാശിനോടുള്ളൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്ന് വെച്ചാൽ, എഴുതുന്ന കവിതകളെല്ലാം തന്നെ പ്രകൃതിയായിട്ടോ ബന്ധപ്പെട്ട്, ഞാൻ പ്രകാശിന്റെ കവിതകൾ അത്രയും വായിച്ചിട്ടുള്ളൂ. അപ്പം പ്രകൃതിയായിട്ട് ചേർത്തിട്ടാണോ അല്ല ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള നോർമലി കക്ഷി രാഷ്ട്രീയമല്ല, മനുഷ്യന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. അങ്ങനെയാണ് കവിതകളുടെ ഒരു കവിത എന്താ പറയാ ഇപ്പൊ ചെയ്തിട്ടുള്ളൊരു പുസ്തകം എന്ന് പറയുന്നത് ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. പച്ച കല്ലുകളെ എന്ന് പറയുന്ന ഒരു പുസ്തകം തീർച്ചയായിട്ടും അത് വായിക്കുന്ന വായനക്കാർക്ക് അനുഭവപ്പെടുന്നത് ചലിക്കുന്ന ഒരു സമാഹാരമായിട്ട് നമുക്കത് മുൻനിർത്തി പറയാൻ പറ്റും. അതായത് എന്തുകൊണ്ടാണ് ഈ ചലിക്കുന്ന ഒരു സമാഹാരം എന്ന് പറയുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് എല്ലാത്തിനും പരാമർശിച്ചുകൂടെ. ഇപ്പോൾ ട്രാൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പിന്നെ അവരിൽ ഒരാളായിട്ട് മാറിയിട്ടാണ് ഞാൻ ട്രാൻസിനെ കുറിച്ച് ഒരു 5 കവിത ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കവിത വന്നപ്പോഴും പാതി എന്നൊക്കെ പറയുന്ന ഒരു കവിത ട്രാൻസിന് വായിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഞാനായിരുന്നു. അപ്പോൾ വായിക്കുന്നവൻ അവനായിട്ട് മാറുകയാണ്, അവളായി. ഇപ്പോൾ ആണിൽ നിന്ന് പെണ്ണിലേക്ക് വന്നതാണെങ്കിലും പെണ്ണിൽ നിന്ന് ആണിലേക്ക് ഇത് ചെയ്തവരാണെങ്കിലും ഈ 2 പേരുടെ കൂടെ താമസിച്ചും ഇരുന്നും കളിച്ചും ചിരിച്ചും ഒക്കെയാണ് ഞാൻ ഈ കവിത ചെയ്തത്. അപ്പൊ അവരായിട്ടാണ് ഞാൻ ആ കവിത ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ മധുവിന്റെ പിന്നെ കൊലപാതകമായിട്ടും വിശ്വനാഥന്റെ കൊലപാതകമായിട്ടും ഇതൊക്കെ ആ ഒരു വർഗ ജനയാണ്, ഗോത്ര വിഭാഗത്തിൽ. അവരിലേക്ക് പിന്നെ അഴിച്ചുവിടുന്ന പിന്നെ ആരോപണങ്ങളും അവര് ആക്രമിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഓരോ സെക്കൻഡിലും ഈ രാജ്യത്ത് ഓരോ സെക്കൻഡിലും ഓരോ ദളിതനും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു കവിത കൂടി പറയുന്നുണ്ട്, മധു, വിശ്വനാഥൻ, പിന്നെ ഞാനും. അസത്യമായൊരു കാര്യം ഞാൻ പറഞ്ഞാണ്. കാരണം വിശ്വനാഥനും ഞാനും. കാരണം ഈ മധു എന്താണ്, മധു എങ്ങനെയാണ് മധു, ഈ കെട്ടിപ്പടുത്ത മാധ്യമങ്ങൾ കെട്ടിപ്പടുത്ത കഥയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യമായ ഒരു എന്താ പറയുക ഒരു സത്യമാണ് മധുവിന്റെ കൊലപാതകം. നമ്മൾ വിശ്വസിക്കുന്ന മാധ്യമങ്ങളുടെ ചമച്ച കഥകൾ മാത്രമാണ്. വിശ്വനാഥന്റെ പിന്നെ ആ കോഴിക്കോട് തൂങ്ങി മരിച്ച വിശ്വനാഥന്റെ ആ കഥ നമ്മൾ വിശ്വസിക്കുന്നത് മാധ്യമങ്ങൾ തന്ന കഥയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഓരോ പട്ടികജാതിക്കാരനെയും ഇങ്ങനെ പട്ടിയെ പോലെ ചതച്ച് പിന്നെ കൊല്ലുമ്പോഴും അവന് വേണ്ടി വാദിക്കാൻ ഇന്നും മധുവിന് നീതി കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാനും പട്ടികജാതിക്കാരനാണ്. നാളെ ഈ ടൗണിൽ തന്നെ എന്നെ പട്ടിയെ പോലെ തല്ലി കൊന്നാലും ആരും ചോദിക്കാനുണ്ടായില്ല. അവരുടെ നേട്ടങ്ങൾക്ക് ഇപ്പം എന്താ പറയാ പിന്നെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ഒരു പട്ടിയായി മാറേണ്ട ഗതി വരും. അത് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ എന്തായാലും ഞാൻ എപ്പോഴാണെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന ഒരു ആളാണ്. പിന്നെ ഒരു കവിതയിൽ കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ നിറം എനിക്ക് പേടിയാണ്, സമൂഹത്തിൽ എനിക്ക് പേടിയാണ്. എന്തിനാണ് പേടി? കഞ്ഞിക്കലം പോലെ കറുത്ത എനിക്ക് പേടിയാണ് സമൂഹത്തിനോട്. എൻ്റെ ജാതിയും കുലവും എനിക്ക് ഭയമാണ്. ഇത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ. എന്ന് വെച്ചാൽ നമ്മള് തന്നെ നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ടതുണ്ടല്ലോ. ഭയങ്ങൾക്കെല്ലാം അപ്പുറം നമ്മൾ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ
വർഗം അല്ലെങ്കിൽ നമ്മുടെ നിറം നമ്മുടെ വ്യക്തിത്വം എല്ലാം നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ അംഗീകരിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ച് എഴുത്തിന് വലിയ ഭീതികളൊന്നും ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? അതില്ല. ഈ ഭയം എന്ന് പറയുന്നത് സത്യത്തിൽ ആ ഒരു കവിതയിൽ പറഞ്ഞു എന്നിരുന്നാലും ഭയപ്പേടില്ല, ഭയം ഒട്ടുതാനും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്തിനേയും നീതിയോടെ നേരോട് കൂട്ടിയിട്ട് സംസാരിക്കാനുള്ള ശേഷി അയ്യങ്കാളി വാങ്ങിത്തന്ന, നേടിയെടുത്ത് തന്ന വിദ്യാഭ്യാസം എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല, എന്നാലും അക്ഷരങ്ങളെ പഠിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ എൻ്റെ മഹത്തമായ കാര്യമാണ്. ആ അയ്യങ്കാളി എനിക്ക് പകർന്നു തന്ന ആ ഒരു വാക്കുകൾ, അക്ഷരങ്ങൾ, അത് എൻ്റെ ആയുധമാക്കിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കുക. എൻ്റെ നാവ് ചലിക്കുന്നത് എത്ര കാലം അത് എൻ്റെ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കുക. എൻ്റെ വിരലുകൾ ചലിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജനതയ്ക്ക് വേണ്ടി എഴുതുക. എൻ്റെ ഗോത്രത്തിന് വേണ്ടി, എൻ്റെ ഭാഷയ്ക്ക് വേണ്ടി, എൻ്റെ സംസ്കാരത്തിന് വേണ്ടിയാണ് ഞാൻ എഴുത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോത്ര കവിതകളെക്കാൾ കൂടുതൽ മലയാള കവിതകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ശ്രദ്ധേയമായതും മലയാള കവിതകളാണ്. എല്ലാം ചൊല്ലൽ കവിതകളാണ്. അത് വീഡിയോകളായിട്ടും ഒക്കെ തന്നെ നമുക്ക് എല്ലാത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഗോത്ര കവിതകൾ അതുപോലെ തന്നെയാണ്. പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല, പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല. അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു എന്താ പറയുക നവോത്ഥാന നായകനും പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല. എല്ലാവരും വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു സമരം, പറയുന്നതും ചെയ്യുന്നതും ഒന്നായിട്ടുള്ളൊരു മനുഷ്യനാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അതിനുള്ള വലിയൊരു പ്രചോദനം ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അംബേദ്കർ എങ്ങനെ വായിച്ചിട്ടുണ്ടോ? അംബേദ്കർ കുറച്ചിങ്ങനെ എനിക്ക് നേരത്തെ പിന്നെ പ്രാവശ്യം പറഞ്ഞൊരു സാധനം നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് നമ്മുടെ ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിന്റെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു കവിത എഴുതുന്നു. അത് ശരിക്കും ഒരു ദളിത് കവിതയാണ് എന്ന് അവകാശപ്പെടുന്നു. ഒരു ദളിതരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കവിതയാണ്. അപ്പൊ അതിന്റെ ചർച്ച നടക്കുമ്പോൾ ഞാൻ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് താഴെ ആ ഒരു സഹതാപത്തിന്റെ കാര്യം ഇല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇല്ല. അതിനൊരു മറികടന്ന് വന്നൊരു കവിയാണ് സുകുമാരൻ എന്ന് പറഞ്ഞ സംഭവം. സുകുമാരൻ ചാലിത ഭയങ്കര രസമായിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഉറച്ചു നിന്ന് ചോദ്യങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള കവിതകൾ നേരത്തെ വന്നിട്ടുണ്ട്. സുകുമാരൻ എഴുതുന്നതിന് മുമ്പ് കടമ്മനിട്ടെല്ലാം അങ്ങനെ എഴുതിയൊരു കവിതയുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന, ഗവർണറോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന കവിതകളാണ്. ഇത്തരത്തിലുള്ള കവിതകൾ വായിക്കുമ്പോൾ തെരഞ്ഞു പിടിച്ച് ഇത്തരത്തിലുള്ള കവിതകൾ വായിക്കാൻ ശ്രമിക്കലുണ്ടല്ല, ഈ പറയുന്ന അതിജീവന കവിതകൾ അല്ലെങ്കിൽ ഗോത്ര കവിതകൾ എന്നുള്ളത്? ഇല്ല, അങ്ങനെ ഞാൻ കവിതകൾ തെരഞ്ഞു പിടിച്ച് വായനയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. പക്ഷെ വീക്ഷണങ്ങളിൽ തോന്നുന്ന കവിതകൾ ശ്രദ്ധിച്ച് വായിക്കാറുണ്ട്. കിട്ടുന്ന കവിതകൾ മാക്സിമം വായിച്ച് ശ്രമിക്കാറുണ്ട്. പിന്നെ അത് എന്തു പറയുന്നു എന്നുള്ളത് പിന്നെ ഇപ്പോഴും നോക്കിയാലും നമുക്ക് ഗോത്രത്തിൽ നിന്ന് എഴുതുന്ന ഗോത്ര ആൾക്കാരാണെങ്കിലും അവര് ഗോത്ര സംസ്കാരത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് എഴുതുന്ന കവിതകൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ പേരിൽ ഗോത്രമാണ് എന്ന് പറഞ്ഞിട്ടും അതിനകത്ത് ഗോത്ര സംസ്കാരത്തെ ഉൾക്കൊണ്ട് എഴുതുന്ന എഴുത്തുകാരില്ല. ഇപ്പോൾ എൻ്റെ ഗോത്രത്തിൽ തന്നെ നിൽക്കുമ്പോൾ ലിജിന കടുമേനി എന്നൊക്കെ പറയുന്ന കുട്ടിയൊക്കെ, പക്ഷെ എന്തുകൊണ്ടോ അവളൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം, കവിയത്രി ആയതുകൊണ്ടായിരിക്കാം ഒരു വല്ലാത്തൊരു പ്രചോദനം അവൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ കവിതകളിൽ പിന്നെ എന്താ പറയാ അത്രത്തോളം പ്രാധാന്യം ഇല്ല എന്നുള്ളത് എനിക്കറിയുന്നൊരു സത്യമാണ്. സമരം പോലെയുള്ള അല്ലെങ്കിൽ പ്രതിരോധം പോലെയുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്താണോ പറയേണ്ടത് അത് പറയുക തന്നെ ചെയ്യുക എന്നുള്ളതാണ്. നിർഭയത്വം എന്നുള്ള സംഭവമാണ് ശരിക്കും തീർച്ചയായിട്ടും ഇതിൽ വേണ്ടത്. അപ്പം അത് തന്നെയാണ് ഒരു എഴുത്തിനെ നമ്മള് ഈ വേർതിരിവിനോടും പിന്നെ നിങ്ങളൊരു അഭിപ്രായം അറിയണം. എന്ന് വെച്ചാൽ ഈ സ്ത്രീ കവിതകൾ, സ്ത്രീപക്ഷ കവിതകൾ, ഗോത്ര കവിതകൾ, ദളിത് കവിതകൾ അല്ലെങ്കിൽ ദളിത് സാഹിത്യം ഇങ്ങനെ വേർതിരിക്കേണ്ട ശരിക്കും പറഞ്ഞ ആവശ്യമുണ്ടോ? എന്ന് വെച്ചാൽ ഭൂമിയിൽ എല്ലാവരും സംസാരിക്കേണ്ടവരും എല്ലാത്തിനെ കുറിച്ച് പറയേണ്ടവരുമാണ്. അങ്ങനെ ഉണ്ടായിരിക്കെ ഇങ്ങനൊരു വിഭാഗീയതയുടെ ആവശ്യം തീർച്ചയായിട്ടും അതിന്റെ ഒരു ആവശ്യകത ഇല്ല എന്നുള്ളതാണ് അഭിപ്രായക്കാരനാണ് ഞാൻ. കവിയാണ് പിന്നെ കവി ഒറ്റ പേരാണ് കവിക്കുള്ളത്, കവിയത്രി ഒറ്റ പേരാണ്. അതിന്റെ പിന്നെ നമ്മളാണ് അത് എല്ലാത്തിനും ഇനിയിപ്പോ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു അതിർവരമ്പ് ഉണ്ടാവും. കവിയത്രിയും വേണ്ട, കവി അവിടെ ഒരു അതിർവരമ്പ് ഉണ്ടാവും. ഇവിടെ പിന്നെ ഗോത്ര കവി അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ അറിയപ്പെടുന്ന സുഗമന പിന്നെ ഗോത്ര കവി എന്നുള്ളത്. അപ്പം എന്താ പറയാ ഈ മുരുകൻ കാട്ടക്കട, ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറ് ഇത്തരം ഇടങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അവർക്കൊപ്പം നമ്മൾ ഇരുന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തിപ്പെടുമ്പോൾ ഇവരെല്ലാം വല്ല മഹാകവികളും ഞാൻ ഗോത്ര കവിയായിട്ട് മാറും. അവിടെ തന്നെ എന്നെ മാറ്റി നിർത്ത ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആരാണ്? ഒരു ഭാഷ എല്ലാവർക്കും ഒരുപോലെ പിന്നെ തീർച്ചയായിട്ടും. അപ്പം ആ ഒരു അർത്ഥത്തില്
പ്രകാശൻ, സ്വന്തം പരിസരങ്ങളിൽ എങ്ങനെയാണ് ഈ കവിത എഴുതാനുള്ള പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്? ആക്ച്വലി കവിത ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ പ്രതിരോധം. വളരെ ഞാൻ നേരത്തെ പറഞ്ഞു, കടമനിട്ട പോലെയുള്ള മനുഷ്യര് നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു നിന്നില്ലേ എന്ന് ചോദിക്കാനൊരു ചങ്കൂറ്റം അന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ആഴ്ചപ്പതിപ്പിൽ കവിത വരാൻ നിരന്തരം ശ്രമിക്കും, കവിത വരാതെ പോയിട്ടുണ്ട്. കടമനിട്ടത് വലിയ സങ്കടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും വളരെ പ്രശസ്തനായിട്ടുള്ള കവിയായിട്ട് അംഗീകരിക്കും, കവിതകള് ആള് പാടും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നും പുസ്തകങ്ങളിലേക്ക് ഇടവില്ല, പുസ്തകങ്ങളിൽ ഇടവില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട്. അന്ന് വളരെ പണ്ട് തുടങ്ങിയ ഒരു സമരമാണ്. പുലിപ്പുഴ ശ്രീയേട്ടന്റെ ചാർവാകൻ എന്ന് പറഞ്ഞ കവിത വായിച്ചിട്ടുണ്ടാവും. ചാർവാകൻ, ഈ ചാർവാകനിലും എല്ലാം ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളത് എടുക്കുന്നുണ്ട്. പക്ഷെ ആ സമയം അങ്ങനെ എടുക്കുമ്പോഴും നമ്മളൊക്കെയുള്ള അതിനെപ്പോലെയുള്ള ആൾക്കാരുടെ ഒരു ഉറച്ച വിശ്വാസം, അങ്ങനെയുള്ള കവിതകൾ സ്വന്തം തട്ടിൽ നിന്ന് തന്നെ കാണുന്നില്ലേ. ഇപ്പൊ പൈലോപ്പിള്ളി കുടിയൊഴിക്കൽ എന്ന് പറഞ്ഞ കവിതയിൽ ഭയങ്കര വിഷമത്തിൽ എഴുതില്ല, അയ്യോ കുടിയൊഴിപ്പിച്ച് പോകുന്ന പാവപ്പെട്ട മക്കൾ അവരെ എന്ത് നാക്കല്ലെന്ന് പറഞ്ഞിട്ട്, പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാൻ. ഒരു സവർണ ഒരു തട്ടിൽ ഇരുന്നുകൊണ്ട് എന്ത് നെഞ്ചു കീറി നേരിനെ കാട്ടിയാലും അവനവന്റെ തട്ടകത്ത് നിന്ന് എഴുതുമ്പോഴുള്ള ഒരു സുഖം എന്തായാലും, ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവും. പ്രകാശനോട് ചോദിക്കാനുള്ളത് തന്നെയാണ്, പുതിയ മനുഷ്യരെ എങ്ങനെയാണ് കവിതയിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധ എഴുത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്? സ്വന്തം പ്രദേശത്ത് നിന്നും അല്ലെങ്കിൽ സ്വന്തം വിഭാഗത്തിൽ നിന്നും അങ്ങനെ വല്ല ശ്രമവും നടത്തുന്നുണ്ട്? ഈ പറയുന്ന ലിജന കടുമേനി, രാജീരാഘവൻ, സുധിച്ചെന്നെടുക്കം, പിന്നെ ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടി, ഇവരൊക്കെ ഞാൻ അവരെ പ്രാക്ടിക്കലാക്കി മുന്നോട്ട് കൊണ്ടുവന്ന കുട്ടികളാണ്. അവരെന്നെക്കാൾ ഉയരത്തിൽ വളർന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഇവരൊക്കെ നമ്മളും ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നമ്മൾ അതിനു മുമ്പ് ഇത് പറഞ്ഞു തുടങ്ങാം. കാരണം ഞാൻ എൻ്റെ ഗോത്രത്തിൽ നിന്ന് എഴുതുമ്പോൾ പാതിയിൽ ചത്വരൻ ഭാഷയിലാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. പാതിയിൽ ചത്വര ഭാഷയിലാണ് എൻ്റെ ജീവിതം. അത് പറയാനുള്ള കാരണം കാസർഗോഡ് ജില്ലയിലെ മാവില സമുദായവും മലവെട്ട് സമുദായം ഗോത്രം അറിയാമോ എനിക്ക്? അവിടെ മാവില സമുദായത്തിന്റെ ഗോത്രഭാഷ എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കുകയും പൊതുസമൂഹത്തിലും ഇടങ്ങളിലും ആ ഭാഷ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ മലവേട്ടുള്ള സമുദായത്തിന്റെ ഗോത്രഭാഷ ഒരിക്കലും ചലിക്കാത്ത ഭാഷയാണ്. അവരെ നമ്മളിങ്ങനെ അടുത്ത് കാണുമ്പോൾ സംസാരിക്കാത്തയും ഇപ്പോൾ മലവേട്ടുകളുടെ ഭാഷ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഷയെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഞാൻ ജീവിച്ച എൻ്റെ ഗോത്രത്തെ പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്തുക, ലോകത്തോട് വിളിച്ചു പറയുക, അല്ലെങ്കിൽ നാളെ ഇങ്ങനൊരു ഗോത്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനൊരു ഭാഷയുണ്ടായിരുന്നു എന്നുള്ളത് ഒരു അറിയപ്പെടാത്ത ചരിത്ര താളുകളിൽ അടയാളപ്പെടുത്താതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളോട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഷ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി നാം ജീവിച്ച ഭാഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ഗോത്രത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്മാനിച്ചിട്ട് വേണം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മണ്ണിൽ മണ്ണായി മാറാൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പല പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ, പ്രദേശങ്ങളിലെല്ലാം പോയിട്ട് പല പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ ഒരു വിഭാഗം നമ്മുടെ അടുത്ത്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്, അവരൊക്കെ സുഹൃത്തുക്കളാണ് അവരടുത്ത്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്, അവിടെ തന്നെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് തന്നെ നടക്കുന്ന ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഇപ്പോഴും രണ്ട് ഭാഗത്ത് ആൾക്കാരെ നിർത്തുന്ന ഒരു രീതി ഇപ്പോഴും, ഇത് നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലാണ്, ഇത് എന്താ പറയാ, ഈ സാക്ഷര കേരളത്തിലാണ്, പ്രബുദ്ധ കേരളത്തിലാണ്. രണ്ട് ഭാഗത്ത് നിർത്തുന്നു. ഒരു വിഭാഗത്തിന്റെ മറ്റൊരു ഭാഗത്ത് അമ്പലത്തിന്റെ ഒരു സൈഡിലും. എങ്ങനെയാണ് പ്രകാശനായനത്തിന് അതിനെ നോക്കിക്കാണുന്നത്? അതിൽ നമ്മൾ നിൽക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വേർതിരിവില് നമ്മൾ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതിലൊന്നും ഇപ്പോഴും ഒരു തരത്തിലൊന്നും ചെയ്യുന്നില്ല എന്നല്ല ഈ സംഭവം എന്നോട് പറയുന്ന മൂപ്പനാണ്. നമ്മൾ ഇടപെട്ട സ്ഥലങ്ങളിലുള്ള സ്ഥലത്തിന്റെ പേര് പറയാത്തത് നാളെ പറ്റുന്ന ഒരു പ്രശ്നമായി വരേണ്ട വെച്ചിട്ട് മാത്രമാണ്. അപ്പൊ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു വേർതിരിവുണ്ട്, നമ്മൾ അമ്പലത്തിന്റെ ഒരു സൈഡിൽ നിൽക്കണം, എന്നിട്ട് ഭക്ഷണം ഇവർക്ക് കൊടുത്തതിന് ഈ സൈഡിലുള്ള മനുഷ്യർക്ക് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോഴും ഈ 2024 അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് എന്തിനാ നമ്മൾ അങ്ങനെ ഒരു വശപ്പെടേണ്ട ആവശ്യമുണ്ടോന്ന് എന്റെ ഒരു, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതും എന്താ പറയാ, ഈ പറയുന്ന ഞാൻ എപ്പോഴും പറയുന്നത്, എന്നെ ചേർത്ത് പിടിക്കുന്ന പലരും അതൊരു അഭിനയമാണ്. അതിൽ മനുഷ്യരെ ആരാണ് തിരിച്ചറിയുക? ഇപ്പം എന്താ പറയാ, ഇപ്പം നമ്മളിൽ തന്നെ എന്താണെന്നല്ല, ഇപ്പം സംസാരിക്കുന്നുണ്ട്, നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ട്. അതിനകത്തെല്ലാം
എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം എനിക്ക് കിട്ടാത്ത സൗഹൃദങ്ങൾക്കിടയിൽ നിന്നാണ് ഈ ഇത്രയും ഇത് കിട്ടുന്നത്, ഇതൊക്കെ ആവുന്നത്. അപ്പോൾ ഈ സംസാരിച്ച് പുറത്തിറങ്ങുന്നത് വരെ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഒരു ഭയമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്നെ കുറിച്ചുള്ള ജാതീയത നിലനിൽക്കുക, അത് തേച്ചാലും മായ്ച്ചാലും പോകത്തില്ല. അത് സത്യം, അത് അവിടെ തന്നെ കിടക്കുന്ന ഒരു സാധനമാണ്. അതിൽ നിന്നും മനുഷ്യർക്ക് അക്ഷര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് വിവരം കൂടി വേണം. അതില്ലാത്തതാണ് മനുഷ്യരുടെ ഇപ്പോഴത്തെ കാലം. അത് ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മിക്ക കവിതകളിലും അത് തന്നെയാണ് പറയുന്നത്. ജാതി മരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ജാതീയതയുടെ ആവശ്യകതയില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവരെങ്ങനെ മറ്റുള്ളവരെ കാണുന്നു എന്നുള്ളത് അവരുടെ തന്നെയാണ്. പിന്നെ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനാവില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, മതമല്ല പ്രശ്നം, ജാതിയാണ്. തീർച്ചയായിട്ടും ജാതി തന്നെയാണ് പ്രശ്നം. എല്ലായിടങ്ങളിലും ജാതി തന്നെയാണ് പ്രശ്നം. അത് വളരെ പ്രത്യക്ഷമായിട്ട് എപ്പോഴും കാണുന്നതല്ലേ. പിന്നെ വേറെ കാര്യമായിട്ട് ചോദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, പുതിയ ഈ പറയുന്ന എഴുത്ത്, കവിത അല്ലാതെ വേറെ ഏതെങ്കിലും സാഹിത്യ രൂപങ്ങളിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള അർത്ഥത്തിലേക്കോ നീങ്ങാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ? ഇല്ല, അത് എഴുത്താണ് മെയിൻ. അതിനുശേഷം കഥ ചെയ്യുമായിരുന്നു. കഥയാണ് എൻ്റെ ഏറ്റവും കൂടുതലുള്ള ഇത്. അപ്പൊ ഒരുപാട് ആൾക്കാർ കഥ വായിച്ചിട്ടുണ്ട്. സി അയ്യപ്പന്റെ കഥ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രകാശനം വായിക്കാം. അപ്പൊ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ പാട്ടോട് ചെറിയ കമ്പമാണ്. അപ്പോൾ ആൽബങ്ങളുടെ സോങ് ചെയ്യുക, പിന്നെ ഇപ്പൊ ഒരു മൂവിയില് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെയുള്ള എഴുത്തുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഉറൂബന്നെ ഒരുപാട് കഥകള് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴിത് വായിക്കുമ്പോൾ, അന്ന് വായിക്കുമ്പോൾ അത് കഥയായിരുന്നു. പ്രാവശ്യം അന്ന് വായിക്കുമ്പോൾ ഈ പറഞ്ഞെല്ലാം കഥയായിരുന്നു. പിന്നെ ഇപ്പോഴും വായിക്കുമ്പോൾ, ഇപ്പോഴും മുന്നോട്ട് ചെറുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. നേരത്തെ ദളിത് പക്ഷത്ത് നിന്നുകൊണ്ട് എഴുതുകയാണ്. പക്ഷെ അന്ന് ദളിത് സാഹിത്യം അല്ല അത്. ഇന്നത് വായിക്കുമ്പോൾ ദളിത് സാഹിത്യമായിട്ട് വായിക്കുന്നതില്ല. അപ്പൊ വേർതിരിവ് കൊല്ലം കഴിയുന്നതോറും കൂടുന്നതിൽ കുറയുന്നില്ല, പറയാൻ പോകുന്നതല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ? അതിനിപ്പോ നമ്മളെന്ത് ചെയ്യും? അത് ഓരോ മനുഷ്യരാണ് മാറ്റിയെടുക്കേണ്ടത്, അവനവനാണ് മാറേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞിട്ട് ഈ മറ്റുള്ളവർ പറഞ്ഞിട്ട് ഞാനോ മാറേണ്ടതില്ല. അങ്ങനെ മാറാൻ സാധിക്കുകയില്ല. എനിക്ക് ഞാനായിട്ട് മാറാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ ആയിരിക്കണം, ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന് ഞാൻ പഠിക്കണം ആദ്യം. മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മളെ ആരും പഠിപ്പിക്കേണ്ടതില്ല, സ്വയം പഠിക്കേണ്ടതാണ്. ഞാൻ ചെറിയ അറിവ് കൊണ്ടാണ് പറഞ്ഞത്. വലിയൊരു അറിവാണ്, ചെറിയ അറിവല്ല. ഇതൊക്കെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ എന്താ പറയാ, ഒരു മനുഷ്യൻ നീറ്റായിട്ട് സംസാരിക്കുക, ഇതൊക്കെ എന്നെ പി രാമമാഷിൽ നിന്ന് കിട്ടിയ കുറെ ഇതാണ്. അവരുടെ കൂടെയൊക്കെ നടന്ന് കിട്ടുന്ന അനുഭവം. നല്ലൊരു മലയാളത്തിന് വളരെ പിന്നെ സൗഹൃദങ്ങൾ ഇതിലേക്ക് എഴുത്തിന് സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. ഇവിടം വരെ എത്തിയ തന്നെ അറിയാത്ത മുഖങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്നുള്ള ഇതൊന്നും നമുക്കില്ല. കാരണം അച്ഛനാണെങ്കിലും അമ്മ ഇപ്പോഴും അവർക്കൊന്നും അറിയില്ല. കാരണം ഞാൻ എന്താണെന്നോ ഞാൻ എന്താ ചെയ്യുന്നതെന്നോ അവർക്ക് അറിയാത്ത ഇതാണ്. പിന്നെ കിട്ടുന്നതാണ്. അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള സുകുമാരൻ ചാലികതയാണ്. അദ്ദേഹം ഭയങ്കര രസമായിട്ട് നല്ല രസമായിട്ട് പച്ച മനുഷ്യനാണല്ലോ. സ്വതന്ത്രമായി പച്ച മനുഷ്യരായിട്ട് നടക്കുന്ന എസ് ജോസഫിന്റെ കവിതകളോട് എന്താണ് പ്രകാശിന്റെ ഒരു? അദ്ദേഹത്തിന്റെ പല കവിതകൾ വായിച്ചിട്ട് അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ അദ്ദേഹത്തിന് തോന്നുന്ന ചില കാര്യങ്ങൾ വിളിച്ചു പറയും, ചില സമയത്ത് നീറ്റായിട്ട് എഴുതും, ചില സമയത്ത് അങ്ങനെയൊക്കെ എഴുതുന്നൊരു പുള്ളിക്കാരനാണ്. അതിലിപ്പോ അദ്ദേഹത്തെ കുറ്റം പറയാൻ നമുക്കാവില്ല. അത് ജിപ്സി എന്ന് പറഞ്ഞൊരു കവിത വായിച്ചിട്ടുണ്ടോ പ്രകാശം? ജിപ്സി വായിച്ചിട്ടുണ്ടോ? കുറച്ചും കൂടെ ഈ പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു മലയാളത്തിലെ കവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ വലിയ അംഗീകാരങ്ങളൊന്നും ഇല്ലാതെ ഒരു കാമ്പുള്ള കവിത എഴുതുന്ന ഒരു മനുഷ്യനെ കാണാതെ പോകുന്നൊരു അവസ്ഥയുണ്ട്. അത് എപ്പോഴും ഒറ്റ ചോദ്യം കൂടെ ഇല്ല, ചോദ്യം എന്നല്ല, നമ്മളുടെ ഒരു ആദ്യം തന്നെയാണ്. എന്നുവെച്ചാല് പ്രകൃത്യാ നമുക്കുള്ളൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാല് കലാരൂപങ്ങള് ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഗോത്രവിഭാഗങ്ങൾക്ക് എല്ലാവർക്കും തനതായിട്ടുള്ള കലാരൂപങ്ങളുണ്ട്. ഈ കലാരൂപങ്ങളെല്ലാം വല്ലാതെ വേറൊരു തരത്തിലേക്ക് മാർക്കറ്റ് ചെയ്തു പോകുന്നുണ്ട്. ആ മാർക്കറ്റ് ചെയ്തു പോകുമ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഭാഷ ഇല്ലാതാവുന്നുണ്ട് ഉണ്ടല്ലോ. അതെന്താ അതിനെ പറ്റിയുള്ളൊരു? അത്
ആദ്യം പറയാനുള്ളത് പിന്നെ നമ്മുടെ ഇടങ്ങളിലുള്ള പിന്നെ ഈ കലകളെ നമ്മൾ തന്നെയാണ് ഇല്ലാതെ ചെയ്യുന്നത്, മറ്റുള്ളവരൊന്നുമല്ല. അത് എന്താ പറയാ, ഈ കഴിഞ്ഞ വർഷം തന്നെ ആ ഒരു പ്രശ്നം നടന്നപ്പോൾ ഇങ്ങനെ കുറെ ആ കലകളെ കുറിച്ചും മംഗലക്കളികളെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് അതില് മാവലിയ സമുദായത്തിന്റെ മംഗലക്കളി നല്ല ഫേമസ് ആയിട്ടുള്ള ഇതാണ്. ആ പാട്ടിനെ പ്രസീത പിന്നെ ചാലക്കുടി പിന്നെ പാടിയത് മറ്റൊരർത്ഥത്തിലാണ്. അപ്പൊ ഒരു മരണാന്തര ചടങ്ങിന് പിന്നെ നിത്യജീവിതത്തിൽ ഒരു ഗോത്ര സംസ്കാരത്തിൽ ഒരു മരണാന്തര പാട്ടിന് ഫിലിമിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഡീജെ കൊണ്ട് പിന്നെ ഒരു ലവ് സ്റ്റോറിക്ക് പിന്നെ വേണ്ടി ചെയ്യുമ്പോൾ അതൊരു കുലത്തെ തന്നെ ചുട്ടുകരിക്കുന്നതിന് തുല്യമാണ്, ഇല്ലാണ്ടായി പോവുക എന്നുള്ളത്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിന് മറ്റുള്ളവർ ഒരിക്കലും കുറ്റം പറയരുത്. ഇപ്പൊ ഞാൻ എന്നെ തന്നെ 2-3 ഫിലിം കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഗോത്ര പാട്ടുകളും പഴമകളും ചൊല്ലുകളും ഉണ്ട്. അപ്പൊ ആ ചൊല്ലുകളെ പിന്നെ ചൊല്ലായി തന്നെ സമർപ്പിക്കുമ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള കീശ നിറയുമായിരുന്നു, കൃത്യമായിട്ട് പറഞ്ഞാൽ. അപ്പം അതിനൊരിക്കലും ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് ആ ഫിലിം അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങിയവനാണ് ഞാൻ. എന്റെ ഗോത്രത്തെയോ എന്റെ ഭാഷയോ വിറ്റ് ജീവിക്കേണ്ട ഗതി എനിക്കില്ല. അതന്നെയാണ്. അങ്ങനെ ഓരോരോ ആളും വിചാരിക്കുമ്പോൾ തന്നെ ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവും, അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട കലാരൂപങ്ങളും ഭാഷയും തന്നെയാണ്. മലയാളത്തിൽ എത്രയോ മലയാളമുണ്ട്. മലയാളം 100-ലധികം മലയാളങ്ങളുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ 100-ലധികം മലയാളങ്ങളുണ്ട്. അപ്പൊ പ്യോറായിട്ടുള്ള മലയാളം, ശുദ്ധമായിട്ടുള്ള മലയാളം ഏതെന്ന് വെച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. ഇന്നതാണ് ശുദ്ധമായിട്ടുള്ള മലയാളം. ആ ഒരു സമയത്താണ് പ്രകാശിന്റെ കവിത പുസ്തകങ്ങളിലേക്ക് വരുന്നത്. അത് ഏറ്റവും നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് എഴുതുക, സംസാരിച്ചുകൊണ്ടിരിക്കുക നിരന്തരം. കൂടെയുള്ള ആൾക്കാരൊക്കെ ആ ഒരു അർത്ഥത്തിലേക്ക് ഒന്നും കൂടെ ഒരു എംപവർ ചെയ്യുക, കുറച്ചും കൂടെ അവരിലേക്ക് എന്നുവെച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം എന്ന് വെച്ചാൽ എനിക്ക് ഇന്ത്യൻ ഭരണഘടനയാണ്. ഓക്കെ, നല്ല